ഡാബിയേട്ടാ ഇത് നോക്കിയേ, ആ തള്ള ഒരു പുതിയൊരു ഫോട്ടോ ഇട്ടിരിക്കണു. കൊടൈക്കനാലിൽ പോയിട്ടേ അവിടെ കോടമഞ്ഞ അത്രേ. ആ ഫോട്ടോയിൽ ആകെ കാണാനുള്ള അവന്റെ ഇളിഞ്ഞ പല്ല്, ബാക്കിയെല്ലാം മൂടൽമഞ്ഞ്. ആ പണ്ടാരത്തിന് എവിടുന്ന് അത്ര കാശ്? അവന്റെ ഒരു കാര്യം, സ്കൂൾ തുറന്നാ പിന്നെ 3 മാസം അവന്റെ തള്ളു കേൾക്കേണ്ടി വരും. മഞ്ഞിന് വാനില ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആക്കി പറഞ്ഞിട്ട്. നീ ഇതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്? അതല്ലേ വിഷമം. ക്ലാസ്സിൽ എല്ലാവരും ഓരോ സ്ഥലത്താ, ഊട്ടി, മൂന്നാർ, വയനാട്. നമ്മൾ മാത്രം ഇവിടെ ഈ ഉമ്മർത്തിരുന്ന് ഈ ചെടി നോക്കിയിരിക്കുക. സ്കൂള് കൂട്ടില് തീരാറായി. നമ്മുടെ ആകെയുള്ളൊരു ടൂറ് ഈ ഹാളിൽ നിന്ന് ഈ ഉമ്മർത്തേക്ക് മാത്രല്ലേ. എടാ, ഇതിനെ ഒരു ഉമ്പറന്ന് വിളിക്കണ്ട, എക്സ്ക്ലൂസീവ് പ്രൈവറ്റ് ഡെക്ക് എന്ന് വിളിക്കാം. ദേ പടിഞ്ഞാറ് സുമതിയുടെ പശുവിനെ കാണാം. അതിനെ നമുക്ക് വൈൽഡ് ലൈഫ് സഫാരി എന്ന് വിളിക്കാം. കിഴക്ക് വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം വരുന്ന കാണാം. അതിനെ ലൈവ് വാട്ടർഫാൾസ് എന്ന് വിളിക്കാം. ഇതിനും വലിയ എന്ത് എന്റർടൈൻമെന്റ് ആണ് നമുക്ക് വേണ്ടത്? കളിയാക്കല്ലേ ഏട്ടാ. അച്ഛണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ടൂറ് പോയേനെ. അച്ഛൻ വരുന്നത് വേറെ വൈബ് തന്നെയാ. പാവമ്മ പ്രൈവറ്റ് ജോലി ആയതുകൊണ്ട് രാവിലെ പോയിട്ട് രാത്രി വരുള്ളൂ. ഒരു ഞായറാഴ്ച പോലും ഒഴിവില്ല. ശരിയാ, അച്ഛണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളല്ല ബീച്ചിൽ കപ്പലിന്റെയും കഴിച്ച് തിരമാനം നോക്കിയിരിക്കായിരുന്നു. അച്ഛൻ വന്നിട്ട് വേണം ആരുണ്ട് കൊടൈക്കനാലിനെയും മൂന്നാറിനെയും കെട്ടിക്കാൻ ഒരു അടിപൊളി ട്രിപ്പ് പോവാൻ. പക്ഷേ അച്ഛൻ വേറെ ഇനി മാസങ്ങൾ എടുക്കില്ലേ. സ്കൂൾ തുറന്ന ആ തള്ളാരും ചോദിക്കും, എടാ സഞ്ജു, നീ സ്കൂള് പൂട്ടിയിട്ട് എങ്ങനെയും പോയില്ലേ എന്ന്. അതിന് ഞാൻ എന്തുത്തരം പറയാ? എടാ, നമ്മൾ കുറച്ച് ഹൈ ലെവലിൽ തള്ളണം. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഐസൊലേഷൻ സെന്ററിലാന്നൊക്കെ തട്ടി വിടണം. അതെന്ത് സാധനം? എടാ, ഈ ഉമ്മറം തന്നെ പുറം ലോകവുമായി ഒരു ബന്ധമില്ലാത്ത സ്ഥലം. പിന്നെ 2 ദിവസം ഒരു കാക്ക നമ്മുടെ ചിപ്സ് തട്ടിയെടുത്തില്ലേ, അതൊരു ഭീകരൻ കഴുകുമെന്ന് പോലെ നമ്മൾ പറയണം. ഏട്ടാ അരുണേക്കെ വലിയ തള്ളാണല്ലോ. നമ്മളെ അവധിക്ക് എവിടെയും പോയില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ഇരിപ്പുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും പല സ്വപ്നങ്ങളും സാധ്യമാവുണ്ടടാ. നമ്മളിവിടെ ഒറ്റയ്ക്കല്ല, അച്ഛൻ്റെ അമ്മയുടെ അധ്വാനം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എടാ, സ്കൂൾ തുറന്ന ആരും നമ്മളോട് എങ്ങനെ ടൂർ പോവുകയും ചോദിക്കുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പറയണം നമ്മൾ അച്ഛൻ്റെ അമ്മയുടെയും തണലായിരുന്നു എന്ന്. അത് കൊടൈക്കനാലിൽ ടൂർ പോകണൊക്കെ വലിയ അഭിമാനമല്ലടാ. ശരിയായിട്ടാ, ഐ ആം പ്രൗഡ് ഓഫ് ദം. എങ്കിലേ ആ അഭിമാനം കൊണ്ട് നമുക്ക് ചോറ് കഴിക്കാൻ. അമ്മ വരാൻ വൈകും, അപ്പോ ടൈം ടേബിളൊക്കെ ഒന്ന് റെഡി ആക്കണേ. അതൊക്കെ ഓക്കെ, പക്ഷെ സ്കൂൾ തുറക്കുമ്പോ പറയാനുള്ള തള്ളേല് ഇപ്പൊ തന്നെ എഴുതി വെക്കാം. എങ്കിലോ പോവാ, നടക്ക്.